ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് പാലടയാണ്. പിങ്ക് കളറിൽ ഉള്ളൊരു പാലട. ഇതിൽ നിൽക്കി നമ്മൾ 4.5 ലിറ്റർ മിൽക്കാണ് യൂസ് ചെയ്യണത്. അതിലേക്കൊരു 1.5 ലിറ്റർ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചധികം നേരം നമ്മളിതിനെ ബോയിൽ ചെയ്യണം. നമ്മുടെ മിൽക്ക് നല്ല രീതിയിൽ ബോയിലായിട്ട് റെഡ്യൂസായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടിയൊക്കെ റെഡ്യൂസ് ആക്കണം. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച അടയാണ്. ബോയിൽ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിളച്ച് വെള്ളത്തിലൊരു 20 മിനിറ്റ് നേരം നമ്മൾ ഈ അട ഇട്ടിട്ട് മൂടി വയ്ക്കണം. അപ്പോൾ അത് മൂടി വെച്ചതിന് ഷൂറ്റ് ചെയ്താണത്. നമ്മുടെ മിൽക്ക് പിന്നെയും വറ്റി നല്ല രീതിയിൽ റെഡ്യൂസായി. ഇപ്പോൾ കളറും ഒരുവിധം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഷുഗർ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും അട ആഡ് ചെയ്തതിന് ശേഷം കുറച്ചധികം നേരം നമ്മളത് ഇതിലിട്ട് ബോയിലാക്കണം. കാരണം ഇതായിട്ട് സെറ്റാവണത് അടയും മിൽക്കും തമ്മിൽ സെറ്റാവണം. അപ്പോൾ അതുവരെ നമുക്ക് ബോയിൽ നമ്മളതിലേക്ക് ഒഴിക്കണമെന്ന് ആവശ്യമില്ല. നമ്മളിപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗീയുടെ ആവശ്യമില്ല. ഇതിൽ നമ്മൾ ഫുൾ ഫാറ്റ് മിൽക്കല്ല, നോർമലി മിൽമയുടെ മിൽക്കാണ് യൂസ് ചെയ്തേക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ പാലട ഏതാണ്ടൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാർ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഇതിന് ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പഴവും പപ്പടവും കൂടി കൂട്ടിയൊരു പിടുത്തം പിടിച്ചാൽ ഉഷാറായിരിക്കും.